ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചതിന്റെ പേരിൽ ഗർഭിണിയായ സ്ത്രീ ഉൾപ്പെടെ 3 പേരെയാണ് ഇറാൻ ഭരണകൂടം കഠിനമായ ജയിൽ ശിക്ഷയ്ക്ക് വിധിച്ചത്. മാർച്ച് 8-നാണ് ഇറാനിലെ റവല്യൂഷണറി കോടതി ഗർഭിണിയായ സ്ത്രീ ഉൾപ്പെടെ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച 3 ഇറാനിയൻ ക്രൈസ്തവരെ വിവിധ കുറ്റങ്ങൾ ചുമത്തി കഠിനമായ ശിക്ഷ വിധിച്ച സംഭവം ഇറാന്റെ ക്രൈസ്തവ വിരുദ്ധത ആവർത്തിച്ചു തെളിയിച്ച സംഭവമാണ്. ഓപ്പൺ ഡോഴ്സിന്റെ റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ വർഷമാണ് 37 വയസ്സുള്ള നർഗസ് നസ്രി, മെഹ്റാൻ ജംലൂയി, 48 വയസ്സുള്ള അബ്ബാസ് സൂരി എന്നിവരെ വീടുകളിലെത്തി നടത്തിയ കോർഡിനേറ്റഡ് റെയ്ഡിനെ തുടർന്ന് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തത്. ഹിജാബ് അനുചിതമായി ധരിച്ചു, ഇസ്ലാമിക നിയമത്തിന് വിരുദ്ധമായ പ്രചാരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു, ക്രൈസ്തവ വിശ്വാസികളുടെ സംഗമങ്ങളിൽ പങ്കെടുത്തു എന്നീ കുറ്റങ്ങളും കൂടാതെ ഇറാൻ ഭരണകൂടം വധശിക്ഷയ്ക്ക് വിധിച്ച മഹ്സ അമലി എന്ന വനിതയുടെ മരണത്തെ തുടർന്ന് ഉയർന്നു വന്ന സ്ത്രീ ജീവിതം സ്വാതന്ത്ര്യം പ്രസ്ഥാനത്തെ പിന്തുണച്ച് സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഇട്ടു എന്നീ കുറ്റം ചുമത്തിയാണ് നർഗസ് നസ്രിക്ക് 16 വർഷം തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ആദ്യ കുഞ്ഞിന്റെ ജനനത്തിനായി കാത്തിരിക്കുന്ന ഗർഭിണിയായ നർഗസ് നസ്രിക്ക് നേരെയുള്ള ഇറാൻ ഭരണകൂടത്തിന്റെ ക്രൂരത അന്ധമാണ്. ക്രൈസ്തവ വിശ്വാസ പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തിയെന്ന കുറ്റത്തിന് 10 വർഷവും ക്രൈസ്തവ കൂട്ടായ്മയിലെ പങ്കാളിത്തത്തിന് 5 വർഷവും ചേർത്ത് അബ്ബാസ് സൂരിക്ക് 15 വർഷത്തെ തടവ് ശിക്ഷയാണ് കോടതി വിധിച്ചത്. ശിക്ഷയ്ക്ക് പുറമെ നസ്രിക്കും സൂരിക്കും പിഴ ചുമത്തി. ഏതെങ്കിലും ഗ്രൂപ്പ് അംഗത്തിൽ നിന്ന് വിലക്കി. മോചിതരായതിനു ശേഷം 2 വർഷത്തേക്ക് ടെഹ്റാനിൽ താമസിക്കുന്നതിനോ ഇറാൻ വിട്ടു പോകുന്നതിനോ വിലക്കുണ്ട്. മെഹ്റാൻ ജംലൂയിക്ക് 10 വർഷവും 8 മാസവും തടവ് ശിക്ഷ വിധിച്ചു. ഇതിൽ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് 8 വർഷവും ക്രൈസ്തവ കൂട്ടായ്മയിലെ അംഗത്വത്തിന് 32 മാസവും ശിക്ഷ ഉൾപ്പെടുന്നു. സംഗീതജ്ഞനായ മെഹ്റാൻ ജംലൂയിയുടെ വിലപിടിപ്പുള്ള സംഗീതോപകരണങ്ങളും സർക്കാർ കണ്ടുകെട്ടി. കൂടാതെ അദ്ദേഹത്തിന് പിഴയും ചുമത്തി. സമീപ വർഷങ്ങളിൽ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചവർക്കെതിരെ ക്രൂരമായ നടപടികളാണ് ഇറാനിയൻ ഭരണകൂടം സ്വീകരിക്കുന്നത്. പാശ്ചാത്യ രാജ്യങ്ങളുടെ സ്വാധീനത്താൽ ഭരണകൂടത്തെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്നവരാണ് ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചവരെന്ന തെറ്റായ ധാരണയാണ് ഇതിനു പിന്നിൽ. ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾ ചുമത്തി ക്രൈസ്തവ വിശ്വാസം സ്വീകരിക്കുന്നവരെ പലപ്പോഴും ദീർഘമായ തടവ് ശിക്ഷയ്ക്ക് വിധിക്കുന്ന നടപടികൾ ഇറാനിൽ സ്ഥിരം സംഭവമാണ്. ഇത്തരത്തിൽ തടവിലാക്കപ്പെടുന്നവർ പലപ്പോഴും കഠിനമായ പീഡനങ്ങൾ സഹിക്കേണ്ടി വരുന്നു. പ്രത്യേകിച്ച് കഠിനമായ സാഹചര്യങ്ങളാണ് സ്ത്രീകൾ നേരിടുന്നത്. ഇത്തരം ദുരന്തമുഖങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ഗർഭിണിയായ സ്ത്രീക്ക് നേരെ പോലുമുള്ള ഇറാന്റെ ക്രൂരത. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.